ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ബലൂൺ മോളിയുടെയാണ്. അപ്പോൾ അതാണ്ട് ഈ കിടക്കുന്ന ഐറ്റമാണ് ബലൂൺ മോളി എന്ന് പറയുന്നത്. സാധാരണയായി എല്ലാ അക്വേറിയസ്റ്റുകളും വളർത്തി പരിചയമുള്ള അല്ലെങ്കിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമാണ് ബലൂൺ മോളികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പേരിന് ഏകദേശം 40 രൂപയാണ് വില വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള മോളി ഫിഷിന്റെ തന്നെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഈ ബലൂൺ മോളികൾ എന്ന് പറയുന്നത്. ബലൂൺ പോലെ വീർത്ത വയറുള്ളതിനാലാണ് ഇവയ്ക്ക് ബലൂൺ മോളി എന്ന് പേര് വരാൻ കാരണം. അതുപോലെ തന്നെ ഇതൊരു ഷോർട്ട് ബോഡി ഐറ്റമാണ്. ഏകദേശം 3 ഡിഫറെന്റ് കളറിലുള്ള മോളി ഫിഷുകളെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ബ്ലാക്കും വൈറ്റും ഓറഞ്ചും ആണ് കിടക്കുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ബലൂൺ മോളി ഫിഷുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഏകദേശം 3 ദിവസത്തോളമായി. അപ്പൊ ഈ 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുട്ടികളെയും കിട്ടിയിട്ടുണ്ട്. സാധാരണ മോളി ഫിഷുകളൊന്നും അധിക നാൾ നമ്മുടെ കയ്യിൽ കിടക്കാറില്ല, പെട്ടെന്ന് ചത്തുപോകാറാണ് പതിവ്. എന്തായാലും ഇവരെ ഒന്ന് വളർത്തി നോക്കണം. ചത്തുപോകാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കുട്ടികളെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇനി ഇതിനകത്ത് പ്രസവിക്കാറായി കിടക്കുന്ന കുറെ അധികം ബലൂൺ മോളി ഫിഷുകളുണ്ട്. അപ്പൊ ഇനി നമുക്ക് പ്രസവിച്ച് കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, അതിനെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ അതാണ്ട് ഈ കിടക്കുന്നതെല്ലാം നമുക്ക് പ്രസവിച്ച് കിട്ടിയ കുട്ടികളാണ്. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ബ്ലാക്കും ഓറഞ്ചും കളറിലുള്ള കുട്ടികളാണ് കിടക്കുന്നത്. എന്തായാലും കിട്ടുന്ന കുട്ടികളെ മാറ്റിയിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ മുതിർന്ന ഫിഷുകൾ കുട്ടികളെ തിന്നാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ചത്തുപോകാതെ ഇതേപോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബലൂൺ മോളിയുടെ ധാരാളം കുട്ടികളെ ഇനിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രസവിക്കാറാവുന്ന സമയത്ത് ഇതിന്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശുദ്ധജലത്തിലും ഉപ്പ് ജലത്തിലും ഒരേപോലെ ഇവയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്ലാന്റഡ് ടാങ്കുകളിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് ഈ ബലൂൺ മോളി ഫിഷുകൾ എന്ന് പറയുന്നത്. പ്ലാന്റഡ് ആയ ടാങ്കുകളിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട കുട്ടികളെയൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഒരു മെയിൽ ഫിഷിന് 2 ഫീമെയിൽ ഫിഷ് എന്ന റേഷ്യയിൽ നമുക്ക് ഇവരെ വളർത്താവുന്നതാണ്. പിന്നെ അക്വേറിയങ്ങളിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫിഷാണ് ഈ ബലൂൺ മോളികൾ എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫിൽട്രേഷൻ സംവിധാനം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരുപാട് തരം മോളി ഫിഷുകൾ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ 2 തരം മോളി ഫിഷിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ 3ാമത്തെ ഐറ്റം ആണ്. അതുപോലെ തന്നെ പ്രസവിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ള അക്വേറിയസ്റ്റുകൾക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് ബലൂൺ മോളി ഫിഷുകൾ. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ മോളി ഫിഷുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മൂവിംഗ് ഉള്ള നല്ല സെയിൽ നടക്കുന്ന ഫിഷുകളാണ് മോളി ഫിഷുകൾ. എന്തായാലും ഇവരെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.